ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറുപഴം വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാനൊരു 10 ചെറുപഴം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തൊലി കളഞ്ഞൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മൈസൂർ പഴമാണ് കേട്ടോ ഇതിലേക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചെറുപഴം ഏത് വേണമെങ്കിലും എടുക്കാം. പക്ഷേ മൈസൂർ പഴം വെച്ച് ചെയ്യുമ്പോഴാണ് ഈ സ്നാക്കിന് അധികം ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. കൈക്കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്താലും മതി, അല്ലെങ്കിൽ ബ്ലെൻഡറിൽ ഇട്ടൊന്ന് അധികം പേസ്റ്റ് ആവാതെ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താലും മതി. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കണം. കുറച്ച് കാഷ്യൂനട്ട് ഗ്രേറ്റ് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഒരു 2 ഏലക്ക ചതച്ചത് കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കണം. ആദ്യം ഒരു അരക്കപ്പ് മൈദ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരക്കപ്പ് കൂടി ഇട്ട് കൊടുത്തു. കുറച്ചൊരു തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചൊക്കെ മൈദ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ചേർക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കേട്ടോ നമ്മുടെ ബാറ്റർ ആവേണ്ടത്, അധികം ലൂസ് ആവരുത്. ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കണം. ഞാനൊരു പാനിൽ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. അപ്പോൾ അത് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് 2 പാത്രത്തിലായിട്ടാണ് ചുട്ടെടുത്തത്. ഈ ചട്ടിയിൽ ഉണ്ടാക്കിയപ്പോഴാണ് ഒന്നും കൂടി ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയത്. ഇനി അടുത്ത ബാച്ചും ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം.
അപ്പോൾ നമ്മുടെ ബനാന ബോൾസ് ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.